ബിജെപിയുടെ സ്ഥാനാർത്ഥി പേര് മോഹൻ ജോർജ് എന്നാണ്. സ്റ്റാൻലി സാർ, നമുക്കറിയാം. പക്ഷേ പരിചിതമല്ലാത്തൊരു മുഖമാണ്. കേരള കോൺഗ്രസ്സുകാരനാണെന്ന് അറിയുന്നു. ഇന്ന് ബിജെപി അംഗത്വം സ്വീകരിച്ച് സ്ഥാനാർത്ഥിയാവുന്നു എന്നും അറിയുന്നു. ആരാണ്, എന്റെ ഒരു ചോദ്യത്തിൽ ഒന്ന്, ആരാണ് മോഹൻ ജോർജ്? അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് 4 സ്ഥാനാർത്ഥികൾ, പി.വി. അൻവർ കൂടി അല്പസമയം മുൻപ് താൻ സ്ഥാനാർത്ഥിയാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പി.വി. അൻവറും മത്സര രംഗത്തേക്ക് വരികയാണ്. നിലമ്പൂരിൽ അടിമുടി ദുരൂഹമായ ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അവിടെ ദുരൂഹതയൊന്നുമില്ല. വഖഫിനെ പിന്തുണയ്ക്കുന്ന 10 സ്ഥാനാർത്ഥികളും വഖഫിനെ പിന്തുണയ്ക്കാത്ത ഒരു സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, അത്രേ ഉള്ളൂ. ബാക്കി അതിൻ്റെ അകത്തൊരു കോമൺ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള പത്രിക കൊടുക്കുന്ന എല്ലാവരും വഖഫിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി. ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഈ വഖഫിനെ പിന്തുണയ്ക്കാത്തവരും ഹമാസിനെ പിന്തുണയ്ക്കാത്തവരും ആയിട്ടുള്ള വഖഫിനെ പിന്തുണയ്ക്കാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, അതായെന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. അത് മോഹൻ ജോർജ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ഒഴുക്ക്, ക്രിസ്ത്യാനികളുടെ വലിയൊരു ഒഴുക്ക് BJP-യിലോട്ടും NDA-യിലേക്കും ഉണ്ടായിരിക്കുകയാണ്. പല പാർട്ടികളിൽ കൂടെ, പ്രത്യേകിച്ചും BJP കൂടെ ഘടകകക്ഷികളിൽ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്ന ഒരാൾ BJP-യിലോട്ട് വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം ദേശീയതയിലേക്ക് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇനി രാജ്യത്തുടനീളം ദേശീയതയുടെ തരംഗമാണ്. മറ്റു പാർട്ടികളിൽ നിന്നും ദേശീയതയിലേക്ക് ആൾക്കാർ വരികയാണ്. അതിൽ കേരള കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ വരുന്നതിൽ വലിയ സന്തോഷം. അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തിന് ക്വാളിഫൈഡ് ആണ്, കുടുംബം എല്ലാം പരമ്പരാഗത ക്രിസ്ത്യാനികളാണ്. അതിലുപരിയായി അവര് പരമ്പരാഗത കർഷക കുടുംബമാണ്, കുടിയേറ്റ കർഷകനാണ്. അപ്പൊ ആ നിലമ്പൂർ മണ്ഡലത്തിന്റെ പശ്ചാത്തലവും അവിടുത്തെ പ്രശ്നങ്ങളും കുടിയേറ്റ കർഷക ജനതയുടെ പ്രശ്നങ്ങളാണ്. വലിയ തോതില് വനം വകുപ്പും വന്യമൃഗങ്ങളും ചേർന്ന് കർഷകരെയും കൃഷിയെയും ഇല്ലാണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1992 ലിബറലൈസേഷൻ തുടങ്ങി ഇങ്ങോട്ട് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും നേതൃത്വത്തിൽ കർഷകരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, കൃഷിക്കാരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് റിസർച്ച് നടത്തി PhD എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ BJP ഒരു കർഷക പശ്ചാത്തലമുള്ള ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അവിടെ വൻതോതിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം, കോൺഗ്രസ് കൊണ്ടുവന്ന പല നിയമങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. വനംവകുപ്പും വന്യമൃഗങ്ങളും ചേർന്ന് കർഷകരെ കൊന്നു തിന്നുന്നു, കൃഷി നശിപ്പിക്കുന്നു. ഇതിനൊന്നും ഒരു പരിഹാരമില്ല. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ആളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് BJP മാത്രമാണ്. ബാക്കി ആരും കർഷക പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പശ്ചാത്തലമോ ഉള്ള ആൾക്കാരല്ല. അപ്പൊ ഇത് ജനങ്ങൾക്ക് ന്യായമായിട്ട് വോട്ട് ചെയ്യാൻ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ഒരു യുദ്ധത്തിൽ കൂടെ, ഒരു ചെറിയ യുദ്ധത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേശീയവാദത്തിന് പ്രാമുഖ്യമുള്ള ഒരു ഇലക്ഷനാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ദേശീയവാദിയെ മത്സരിക്കുന്നുള്ളൂ അവിടെ, അത് മോഹൻ ജോർജ് മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനിറ്റി എന്നുള്ളതല്ല പ്രശ്നം. ആ മണ്ഡലത്തിന്റെയും രാജ്യത്തിന്റെയും പ്രശ്നം എന്ന് പറയുന്നത് രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. മോഹൻ ജോർജിന് തീർച്ചയായിട്ടും അവിടുത്തെ ഡെമോഗ്രഫി ഫേവറബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡെമോഗ്രഫി അവിടെ രാജ്യവിരുദ്ധ ശക്തികൾക്കാണ് ഡെമോഗ്രഫിക്ക് സ്ട്രെങ്ത് കൂടുതലുള്ളത്. പക്ഷേ അവിടുത്തെ ദേശീയവാദികൾക്ക് ഒന്നിച്ചു നിൽക്കാനും എത്ര വോട്ട് സമാഹരിക്കാൻ പറ്റുമെന്ന് ദേശീയവാദികൾക്ക് ഒന്ന് മെഷർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. കാരണം ഇത് കഴിഞ്ഞ് ഉടനെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പം കൂടുതൽ വാർഡുകൾ, കൂടുതൽ പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്, കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുണ്ട്, 2 ജില്ലാ പഞ്ചായത്ത് വാർഡുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 250ഓളം കാൻഡിഡേറ്റ്സിനെ അവിടെ ആവശ്യമുണ്ട്, NDAക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ആ 250 കാൻഡിഡേറ്റിനെ നിർണയിച്ച് ആരൊക്കെയാണ് ഏതൊക്കെ വാർഡിലാണ് നിശ്ചയിക്കുന്നത്, എവിടെയൊക്കെ സംഘി മത്സരിക്കണം, എവിടെയൊക്കെ കൃസംഗി മത്സരിക്കണം, അങ്ങനെ ഒരു സംഘി കൃസംഗി കോമ്പിനേഷൻ ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ വ്യത്യാസം, വോട്ടിങ്ങിൽ ഒരു വലിയ വ്യത്യാസം, ഒരു വലിയ അട്ടിമറി അവിടെ സാധ്യമാണ്. അപ്പൊ ആ സംഘി കൃസംഗി ഫോർമുല തൃശ്ശൂർ ഇംപ്ലിമെന്റ് ചെയ്ത പോലെ, സുരേഷ് ഗോപി ജയിച്ച പോലെ എങ്ങനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം, നിലമ്പൂരിൽ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനി NDAയുടെയും BJPയുടെയും മുമ്പിലുള്ളത്. എന്താണെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്നും മാറി സ്ഥാനാർത്ഥിയെ നിർത്തി ഈ ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള BJPയുടെയും NDAയുടെയും തീരുമാനം പ്രവർത്തകരിൽ വലിയ ഉത്സാഹമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. BJPയുടെ പ്രവർത്തകരിലും NDAയുടെ അണികളിലും വലിയ ഉത്സാഹമാണ് ഉണ്ടാകുക. കാരണം താമരയ്ക്ക് ചിഹ്നത്തിന് മാത്രം വോട്ട് ചെയ്ത് പഠിച്ചവരും ദേശസ്നേഹികൾക്ക് ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് താമരയ്ക്ക് വോട്ട് ചെയ്ത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്തുണ അറിയിക്കാവുന്നതാണ്. പല ദേശസ്നേഹികൾക്കും ഡയറക്റ്റ് ആയിട്ട് അതിർത്തി പോയി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ പോകാനും പറ്റത്തില്ല എന്നുള്ളവർക്ക് നിലമ്പൂർ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുക്കാം.
താമരയ്ക്ക് വോട്ട് ചെയ്യാം. അതുപോലെ നിലമ്പൂരിൽ ഇപ്പൊ പാർലമെന്റിൽ പോയി വക്കഫിന് വോട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല, എം പിമാർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ വക്കഫിനെതിരെ വോട്ട് ചെയ്യണം, വക്കഫിനെ ഇല്ലാണ്ടാക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് നിലമ്പൂർ താമരയ്ക്ക് വോട്ട് ചെയ്യാം. ഇതാണ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ BJP-യും NDA-യും ഒക്കെ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ വീടുകളിലും, എല്ലാ സംഖ്യകളുടെയും എല്ലാ ക്രിസംഖ്യകളുടെയും വീടുകളിൽ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ സ്ഥാനാർത്ഥിയെ പറ്റി ഒന്നും പറയാനില്ല. കാരണം എല്ലാവരും പപ്പൂഖാനെ സപ്പോർട്ട് ചെയ്യുന്നവരും, എല്ലാവരും ഇന്ത്യ അലയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും, എല്ലാവരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരും, എല്ലാവരും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. അവർക്ക് തമ്മിലൊരു വ്യത്യാസമില്ല. അവർ 5-6 സ്ഥാനാർത്ഥികൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പല ചിഹ്നത്തിൽ LDF, UDF, SDPI, തൃണമൂല, സ്വതന്ത്രൻ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 10ഓളം ജിഹാദികൾ രംഗത്തുണ്ട്. അവരെല്ലാവരും ഒന്നു തന്നെയാണ്, വെറും നാടകം കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവസാന ദിവസം അവരെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് നോട്ട് ചെയ്യും, അവരെ ആരെ ജയിപ്പിക്കണോ വോട്ട് പൂൾ ചെയ്യുക എന്ന് പറയും. അതായിരിക്കും അവിടെ ഇന്ത്യ അലയൻസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ അലയൻസിന് മത്സരിക്കാൻ 10 കാൻഡിഡേറ്റ് കാണും. പക്ഷെ ജയിക്കേണ്ട കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടേണ്ട കാൻഡിഡേറ്റിലേക്ക് അവർ വോട്ട് പൂൾ ചെയ്യും. മറ്റുള്ളവർ അത് നോക്കേണ്ട ആവശ്യമില്ല. BJP-യുടെയും NDA-യുടെയും പ്രവർത്തകർക്ക് നേതൃത്വം നല്ല കാൻഡിഡേറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. ആ മണ്ഡലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. കാർഷിക പശ്ചാത്തലമുള്ള കുടിയേറ്റ കർഷക ജനതയ്ക്ക് അവിടുന്ന് ഉള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നെയാണ് കൊടുത്തത്, ഇറക്കുമതി കാൻഡിഡേറ്റിനെ അല്ല കൊടുത്തിരിക്കുന്നത്. അതിന് അവരെ അഭിനന്ദിക്കുന്നു. പുതിയ പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ടീമും എടുത്ത തീരുമാനത്തിന് എല്ലാ ഘടകകക്ഷികളുടെയും എല്ലാ നേതാക്കന്മാരുടെയും പിന്തുണയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അപ്പൊ അതൊരു വലിയ നേട്ടമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ ഇതിരുന്നുള്ള. കാരണം ഈ അൻവർ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു റോട്ടൺ കാൻഡിഡേറ്റ് ആണ്. ചീഞ്ഞളിഞ്ഞു പോയ സാധനമാണ് അൻവർ. MLA ആയിട്ട് രാജിവെച്ചിട്ട് പിന്നെയും മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞു പോയി. UDF-ന്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അവിടെ പല പ്രാവശ്യം ജയിച്ച ഒരു കാൻഡിഡേറ്റിന്റെ മകനായിരുന്നു. അദ്ദേഹം ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടു. ഒരു രീതിയിലും അദ്ദേഹം ഒരു പൊതുപ്രവർത്തനത്തിലോ ഒരു കാര്യത്തിലോ ഒന്നും അദ്ദേഹം ഇല്ല കുറെ നാളുകളായിട്ട്. ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു. LDF-ന്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പക്ക ജനവിരുദ്ധനാണ്. അതായത് ശബരിമല അയ്യപ്പനെ അധിക്ഷേപിക്കുക, ഹിന്ദു വിശ്വാസത്തെ അധിക്ഷേപിക്കുക. ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ലാംഗ്വേജുകളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അന്തം കമ്മി, പാർട്ടി കമ്മി, അങ്ങനെയൊക്കെ പലതും പറയും. ഈ സ്വരാജ് പാർട്ടിയിൽ ഉയർന്നു വന്നേ പിന്നെയാണ് തീട്ടക്കമ്മി എന്ന വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തീട്ടക്കമ്മി എന്നുള്ളത്. ഹിന്ദു വിശ്വാസത്തെ അധിക്ഷേപിക്കുക, രാജ്യത്തെ അധിക്ഷേപിക്കുക, കോടതിയെ അധിക്ഷേപിക്കുക, വിധികളെ അധിക്ഷേപിക്കുക, അങ്ങനെ എല്ലാ രീതിയിലും ഒരു രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം ജീവിതത്തിൽ ഉടനീളം സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വരാജ്. അപ്പം ഈ ബാക്കി പലതരം കമ്മികൾ ഈ ഇടതു മുന്നണിയിൽ ഉണ്ടായിട്ടും തീട്ടക്കമ്മിക്ക് തന്നെ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇടതു മുന്നണിയും CPM-ഉം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരു കാൻഡിഡേറ്റ് സെലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുമ്പോൾ എറണാകുളത്തിന് പോയ ഒരുത്തിനെ കെട്ടി വലിച്ച് തിരിച്ചു ഇവിടെ കൊണ്ട് നിടുക എന്ന് പറയുന്നതിന്റെ അകത്ത് വലിയൊരു അപാകതയുണ്ട്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് അവരും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വഖഫ് മുന്നണികളെല്ലാം, വഖഫ് കാൻഡിഡേറ്റുകളെല്ലാം ജനവിരുദ്ധരാണ്, ജനങ്ങളെ വെല്ലുവിളിക്കുന്നവരാണ്, ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഇപ്പം ഈ LDF-ഉം UDF-ഉം കാൻഡിഡേറ്റ് എല്ലാം ഭയങ്കര കരച്ചിലാണ്. വന്യമൃഗം വരുന്നേ, കർഷകന് പ്രശ്നമുണ്ട്, വന്യമൃഗം വരുന്നു എന്നുള്ളത് ഇത്രയും നാൾ ഇവർ അറിയാൻ മേലായിരുന്നു. LDF-ഉം UDF-ഉം ഇത്രയും നാളും ഭരിച്ചിട്ട് കർഷകർക്ക് അനുകൂലമായിട്ട് ഒരു നിയമം അവിടെ ഉണ്ടാക്കിയിട്ടില്ല. കർഷകർക്കെതിരായിട്ടുള്ള നിയമങ്ങളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഡൽഹിയിലും കേരളത്തിലും ഉണ്ടാക്കിയത്. അതിൽ ഒരു രീതിയിലും കർഷകരെ സഹായിക്കാൻ എന്ന് മാത്രമല്ല, വനം വകുപ്പ് എന്ന് പറയുന്ന പേ പിടിച്ച വകുപ്പിനെ കർഷകരുടെ നേരെ കയറൂരി വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് LDF-ഉം അതിന് മുമ്പിൽ UDF-ഉം. വനം വകുപ്പിനെ കയറൂരി വിട്ടിരിക്കുകയാണ് തോന്നിയാസം കർഷകനെ ദ്രോഹിക്കാൻ വേണ്ടി. ശരിക്കും ചെയ്യേണ്ടത് വനം വകുപ്പിനെ നിരോധിച്ചിട്ട്, വനം വകുപ്പിനെ പിരിച്ചുവിട്ടിട്ട് വനം വകുപ്പിലുള്ള ദുഷ്ടരായ ഉദ്യോഗസ്ഥന്മാരെ ട്രാഫിക്കിലോട്ട് നിയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. റോഡിൽ നിന്ന് വെയിൽ കൊള്ളട്ടെ, അതാണ് ചെയ്യേണ്ടത്. വനം വകുപ്പിനെ ഇനി കേരളത്തിന് ആവശ്യമില്ല. കാരണം കേരളത്തിൽ കൃഷിയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, വന്യമൃഗങ്ങളെ അല്ല. കൃഷി പ്രൊമോട്ട് ചെയ്യേണ്ടതിന് പകരം വനം വകുപ്പിനെയാണ് കേരള ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. വനം വകുപ്പിനെ പിരിച്ചുവിടുക, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുക, അവരെ ട്രാഫിക്കിലോട്ട്, കാരണം ഒത്തിരി ആക്സിഡന്റ് ഒക്കെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്, അവരെ റോഡിലോട്ട് ഇറക്കി വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവരെ ട്രാഫിക്കിലോട്ട് നിയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഇപ്പോഴും എങ്ങനെ കർഷകരെ ദ്രോഹിക്കാം, അവരുടെ കൃഷി നശിപ്പിക്കാം. ഈ വന്യമൃഗങ്ങൾക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഗവൺമെന്റ് വന്യമൃഗങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് വന്യമൃഗങ്ങളും കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്നത്. നേരത്തെ ഇല്ലാത്ത വിധം അവർക്ക് എന്തോ ഒരു 6th സെൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കുറെ നാളുകളായിട്ട് വന്യമൃഗങ്ങളും വളരെ അഗ്രസീവാണ്. ഈ വനം വകുപ്പുകാരുടെ പ്രൊമോഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ട് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ഒരു സന്ദർഭം വന്നു ചേർന്നിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ അത് ഉപയോഗിക്കുമെന്ന് തോന്നുന്നു. ആ കേന്ദ്ര ഗവൺമെന്റിനും സൈന്യത്തിനും എല്ലാം അനുകൂലമായ, ഓപ്പറേഷൻ സിന്ദൂറിനും എല്ലാം അനുകൂലമായ രീതിയിൽ താമരയ്ക്ക് വോട്ട് ചെയ്യും എന്നാണ് വിശ്വാസം. അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം.
തീർച്ചയായും എന്തായാലും സാർ പറഞ്ഞതുപോലെ BJP ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിലമ്പൂരിൽ ഇറക്കിയിരിക്കുന്നത്. നിലമ്പൂരിനെ അറിയുന്ന അല്ലെങ്കിൽ ഒരു കർഷകൻ എന്നുള്ള രീതിയിലൊക്കെ നിലമ്പൂരിന് ആവശ്യമായ ഒരാളെ തന്നെ BJP നിലമ്പൂരിൽ അവതരിപ്പിക്കുമ്പോൾ സ്വരാജിനെയും ആര്യാടൻ ഷൗക്കത്തിനെയും ഉപയോഗിച്ചുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും രാഷ്ട്രീയ നീക്കം അതിദാരുണമാണെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനും സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.